രാജ്യത്ത് കനത്ത ചൂട് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത് 38 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. അജ്മൽ ദിറാർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കേരളം ചൂടിനാൽ ചുട്ടുപൊള്ളാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. അതിന് സമാനമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അവസ്ഥ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും 38 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് കൂടി തുടരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഉയർന്ന താപനില ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതിന് സമാനം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഈ താപനില ഉയരുന്നത്. ഇന്ന് ഉച്ചവരെ 40 ഡിഗ്രി സെൽഷ്യസ് വരെ കേരളത്തിലെ വിവിധ ജില്ലകൾ, പാലക്കാട് അടക്കമുള്ള ജില്ലകൾ താപനില ഉയരാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ പാലക്കാട് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയ 41.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കൂടാതെ പുനലൂരിൽ 39.8 ഡിഗ്രി സെൽഷ്യസും വെള്ളാണിക്കരയിൽ 39.3 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ തന്നെ, ഈ സീസണിലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ്. നിലവിൽ സംസ്ഥാനത്ത് 12 ജില്ലകളിൽ, വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UV ഇൻഡെക്സും ഉയർന്ന തോതിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വരെ ഈ താപനില തുടരാൻ തന്നെയാണ് സാധ്യത. ഉന്മേഷ്. അജ്മൽ ദിറാർ, തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.